വഖഫ് വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെ വിമർശിച്ച് ക്രിസ്ത്യൻ സംഘടനയായ കാസ. വഖഫ് നിയമത്തിനു വേണ്ടി വാദിക്കുന്ന കോൺഗ്രസ് ജനങ്ങളെ പറ്റിക്കുകയാണ്. 2014 കോൺഗ്രസ് ഭരണം തുടർന്നിരുന്നുവെങ്കിൽ രാജ്യം പാകിസ്ഥാൻ പോലെ ആകുമായിരുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, വല്ലാതെ കടന്നാക്രമിക്കുകയാണല്ലോ കോൺഗ്രസിനെ. കാരണം നിയമം കൊണ്ടുവന്നത് നിങ്ങൾ, ഇപ്പോൾ ആൾക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നുവെന്ന് പറയുന്നതും നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിക്കുകയാണ്. വീണ്ടും UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ വന്നിരുന്നുവെങ്കിൽ ഇത് പാകിസ്ഥാനായേനെ എന്ന കടുത്ത വിമർശനം. മറ്റെന്തൊക്കെ? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കുറിപ്പായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യൻ സംഘടനയായ കാസയുടെ കുറിപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായും അവർ പറയുന്നത് കോൺഗ്രസ് വഖഫ് വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന പ്രധാന ചോദ്യമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെയെങ്കിലും ഈ വഖഫ് വിഷയത്തെ പറ്റി കൃത്യമായ ഒരു നിലപാട് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായി തന്നെ ആ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിലെത്തിയ പ്രിയങ്ക ഗാന്ധി എന്ത് നിലപാടാണ് ഈ വഖഫ് വിഷയത്തിൽ എടുത്തിരിക്കുന്നത്, മുനമ്പത്തെ ജനങ്ങളുടെ കൂടെയാണ് തങ്ങൾ എന്ന് പറയുമ്പോഴും എന്ത് കാര്യമാണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്നും ഈ കുറിപ്പിൽ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ തുടർഭരണമാണ് രാജ്യത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ ഭരണത്തിന് സമാനമായ രീതിയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സംഘടനയുടെ ഭാഗത്ത് നിന്നും ഉയർന്നിരിക്കുന്നത്. അവർ എണ്ണി ഓരോ വിഷയങ്ങളും എണ്ണിയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എന്ത് ഇടപെടലാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, പലപ്പോഴും ജനങ്ങളോടൊപ്പമാണ് തങ്ങൾ ഇന്ന് ചേർന്ന് നിന്ന് പറയുമ്പോഴും ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുവാൻ ഇവർ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ഇവർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തന്നെ ഭീകരവാദികളുടെ പടങ്ങൾ തൃത്താലയിലെ സംഭവത്തെ പറ്റിയും ഇതിൽ എഴുതിയിട്ടുണ്ട്. ആനപ്പുറത്തേറ്റിയ, അതായത് ഭീകരവാദികളുടെ പടങ്ങൾ ആനപ്പുറത്തേറ്റിയ സംഭവത്തിൽ പഴയ കോൺഗ്രസ് MLA VT ബലറാം എഴുതിയത് ഹമാസിന് വേണ്ടി സംസാരിക്കുന്നത് പോലെ ആയിരുന്നു എന്നൊരു കുറിപ്പും കൂടി ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വഖഫ് വിഷയത്തിൽ തങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോഴും ആ ജനതയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം തന്നെയാണ് ഇവർ ഉയർത്തുന്നത്. മാത്രമല്ല, തുടർഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ഇനി വിജയിപ്പിക്കുമ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞ്, അതായത് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം എന്നൊരു കാര്യം കൂടി ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പലതവണ നമ്മൾ കണ്ടതാണ് വഖഫ് വിഷയത്തിൽ പല രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു, ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ഈ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണെന്ന് പറയുമ്പോഴും പ്രത്യക്ഷമായി സ്വതന്ത്രമായ നിലപാട് വ്യക്തമാക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കോൺഗ്രസ് സംഘടനയായ കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് സമൂഹ മാധ്യമങ്ങളിലുടനീളം. കൃഷ്ണരാജ്.